ഹലോ എവരി വൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് RRB NTPC JE ബാച്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെയിം സെല്ലിംഗ് പ്രൈസിൻ്റെ കൺസെപ്റ്റാണ്. സെയിം സെല്ലിംഗ് പ്രൈസ് വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ടോപ്പിക് വൈസ് ഓൾറെഡി പ്രീവിയസ് ഇയർ മിക്സഡ് ആയിട്ടുള്ള പ്രാക്ടീസ് അരിത്തമെറ്റിക് ചാപ്റ്റേഴ്സിൻ്റെ നമ്മളുടെ ഈ ഒരു ബാച്ചിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോരോ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്ത് അതിൻ്റെ പ്രീവിയസ് ഇയർ നിങ്ങൾക്ക് റെയിൽവേയുടെ പല എക്സാമുകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ എക്സാം ബേസ്ഡ് പ്രോബ്ലംസ്, അതുപോലെ ഇലക്ഷൻ്റെ പ്രോബ്ലംസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസോണസ്റ്റ് ഡീലർ, അപ്പോൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് സെയിം സെല്ലിംഗ് പ്രൈസ് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം നമുക്ക് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നും അതെങ്ങനെ ചെയ്യാം എന്നും ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഈ ഒരു ടോപ്പിക് വൈസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ വേറെ എവിടെയും പോകണ്ട, ദിശ അക്കാഡമി പെർസെൻറ്റേജ് ദിശ അക്കാഡമി സെർച്ച് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് ദിശ അക്കാഡമി സെർച്ച് ചെയ്യുക. വരുന്ന ക്ലാസ് 1 മണിക്കൂറിൻ്റെ 1.5 മണിക്കൂറിൻ്റെയൊക്കെ 2 മണിക്കൂറിൻ്റെയൊക്കെ ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്തൊന്ന് കണ്ട് ബേസ് സെറ്റാക്കുക. സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് വൈസ് കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കും. ഫ്രീ ആയിട്ട് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കണ്ട് സെറ്റാക്കാവുന്നതാണ്. അതുമല്ല, നിങ്ങൾക്ക് നന്നായിട്ട് ഫുള്ളും പഠിക്കണം എന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയിൽ, അതും നോർത്ത് ഇന്ത്യൻ ക്ലാസ്സുകളിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സുകളൊക്കെ ഡെമോ ക്ലാസ്സൊക്കെ കണ്ട് ഒന്ന് എടുത്തൊന്ന് പഠിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചൊരു ജോലി സെറ്റാക്കാൻ പറ്റും. യൂട്യൂബിലുള്ള ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ സെയിം സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എ പേഴ്സൺ സെൽസ് എ വാച്ച് ആൻഡ് എ കാൽക്കുലേറ്റർ ഫോർ ദ സെയിം പ്രൈസ്. അതായത് ഒരേ വിലയ്ക്ക് എന്ത് ചെയ്യുന്നു, ഒരു വാച്ചും അതുപോലെ തന്നെ ഒരു കാൽക്കുലേറ്ററും വിൽക്കുന്നു. ഹി ഗെയിൻസ് 15% ഓൺ ദ വാച്ച് ആൻഡ് ലോസ് 15% ഓൺ ദ കാൽക്കുലേറ്റർ. ഫൈൻഡ് ഹിസ് ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഷോർട്ട് കട്ട് വരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് വഴി, എല്ലാം ഞാൻ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. ഇത് RPF കോൺസ്റ്റബിളിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇവിടെ നമ്മളുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഷോർട്ട് കട്ടിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതായത് വിൽക്കുന്ന വില സെയിം ആയിരിക്കണം. സെല്ലിംഗ് പ്രൈസ് സെയിം ആയാൽ ഒരെണ്ണത്തിന് X% പ്രോഫിറ്റും മറ്റേ ഐറ്റത്തിന് X% ലോസും സെയിം ആയിരിക്കണം. X% ലോസും ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. ഓവറോൾ ആയിട്ട് അവിടെ ലോസ് ആയിരിക്കും ഉണ്ടാകുന്നത്. X% പ്രോഫിറ്റും X% ലോസും ആണ്. സെല്ലിംഗ് പ്രൈസ് ആണ് സെയിം. കോസ്റ്റ് പ്രൈസ് സെയിം വരുന്ന വേറെ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഓവറോൾ അവിടെ എന്തായിരിക്കും, ലോസ് ആയിരിക്കും. അതിൻ്റെ ലോസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സ് എന്താണോ അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100. ഇത്രയും X²/100% ലോസ് ആയിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്നും എല്ലാം ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആൻസർ കൊടുക്കാൻ പറ്റും. 15% ഗെയിനും 15% ലോസും ആണ്. എക്സിൻ്റെ വില 15 ആണ്. അപ്പോൾ നമുക്കിവിടെ ഓവറോൾ ലോസ് ആയിരിക്കും. ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 15ൻ്റെ സ്ക്വയറെ ഡിവൈഡഡ് ബൈ 100. 15ൻ്റെ സ്ക്വയർ 225 ആണ്. 2.25% ലോസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് പേനയൊന്നും എടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ക്ലാസ്സുകളിൽ കാണുമ്പോൾ ഇത്രയും ഷോർട്ട് കട്ടൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അങ്ങ് പോകും. നമുക്കിതിൻ്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ ഇതിനകത്ത് എത്ര ചേഞ്ചസ് വരുത്തിയാലും, ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇതേ പാറ്റേണിലായിരിക്കണമെന്നില്ല. ഇത് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കുറച്ചുകൂടി കാൽക്കുലേഷൻ കൂട്ടി എന്തെങ്കിലും അഡീഷണലായിട്ട് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസെപ്റ്റ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം.
അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിച്ച കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഈ ഒരാൾ പേഴ്സൺ ഒരു വാച്ചും ഒരു കാൽക്കുലേറ്ററും സെയിം പ്രൈസിനാണ് വിൽക്കുന്നത്. ഈ ഗെയിൻസ് 15% ഓൺ ദ വാച്ച്. അപ്പോൾ 15% ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 15% 5% എന്ന് പറഞ്ഞാൽ 1/20 ആണ്. 15% 3/20 ആണ്. 5നെ 3 കൊണ്ട് ഗുണിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 15/100 എന്ന് എഴുതുമ്പോൾ 3/20 എന്ന് കിട്ടും. പെർസെൻറ്റേജിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ടുണ്ട്. അതൊന്ന് കാണാൻ ശ്രമിക്കാം. അതിൻ്റെ അർത്ഥം അയാളുടെ കോസ്റ്റ് 20 ആണെങ്കിൽ അയാൾക്ക് ലാഭം എത്ര കിട്ടി? 3 രൂപ കിട്ടി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസോണസ്റ്റ് ഡീലറും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 20 രൂപ കോസ്റ്റായ അയാൾ 23 രൂപയ്ക്കാണ് അയാൾ വിറ്റത്. ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് ഇതാണെങ്കിൽ ഇതാണ് സെല്ലിംഗ് പ്രൈസ്. ഇത് ഫസ്റ്റ് സാധനത്തിൻ്റെ, അതായത് നമ്മുടെ വാച്ചിൻ്റെ. ഇനി കാൽക്കുലേറ്ററിൻ്റെ കാര്യമോ? കാൽക്കുലേറ്റർ ലോസ് ആണ്. എത്രൻ്റെ ലോസ് ആണ്? 15% ലോസാണ് കാൽക്കുലേറ്ററിന് സംഭവിക്കുന്നത്. 15% ലോസ് എന്ന് പറഞ്ഞാൽ 15% എന്ന് പറഞ്ഞാൽ 3/20 തന്നെ. ഇവിടെ ലോസ് ആയതുകൊണ്ട് കോസ്റ്റ് പ്രൈസ് 20 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ ലോസും പെർസെൻറ്റേജ് പ്രോഫിറ്റും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്ലാസ്സിൽ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. അതൊന്ന് കാണുക. അപ്പോൾ 20 കോസ്റ്റ് പ്രൈസ് എങ്കിൽ അയാൾക്ക് 3 നഷ്ടമാണ് സെക്കൻഡ് കാൽക്കുലേറ്ററിൽ. അപ്പോൾ അയാൾ വിൽക്കുന്നത് എത്രയാണ്? 17. അപ്പോൾ ഇത് ഒരുപാട് കാൽക്കുലേഷൻ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഈ ഷോർട്ട് കട്ട് പഠിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ചില സമയത്ത് നമുക്കിത് ഉപയോഗിക്കേണ്ടി വരും ചില ക്വസ്റ്റിനകത്ത്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത് സെയിം പ്രൈസിനാണ് ഇവർ വിൽക്കുന്നതെന്നാണ് പറയുന്നത്. സെയിം പ്രൈസ്. അപ്പോൾ ഇവിടെ വാച്ച് 23 യൂണിറ്റിന് വിറ്റാൽ ഇവിടെ കാൽക്കുലേറ്റർ 17 വിൽക്കുന്നത്. അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സെയിം ആക്കണം. അപ്പോൾ ഈ മെത്തേഡ് അല്ല നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ടത്. പക്ഷേ ഈ കൺസെപ്റ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിനെ സെയിം ആക്കാൻ വേണ്ടി 23നെയും 17നെയും സെയിം ആക്കാൻ വേണ്ടി രണ്ടും പ്രൈം നമ്പറാണ്, കോമൺ ആയിട്ടൊന്നുമില്ല. ഇവിടെ 17 കൊണ്ട് ഗുണിക്കണം, ഇവിടെ 23 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്താവും? ഇത് 23 ഗുണം 17 ആവും, ഇതും 23 ഗുണം 17 ആവും. അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം. ഈ റേഷ്യോയിലെ ഒരു വാല്യൂവിനെ 17 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 17 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ പുതിയ വാല്യൂ എന്ത് വരും? 17 ഗുണം 20. 340 വാച്ചിൻ്റെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ 17 ഗുണം 23. 17 ഗുണം 3 51, 1 ശിഷ്ടം 5. 17 2 34 5 39 391. ഇതെങ്ങനെയാണ് ഡിവിഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്, ഇതെല്ലാം ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഉള്ള ക്ലാസ്സുകളിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ ആദ്യം അത് കാണുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി കാൽക്കുലേറ്ററിൻ്റെ കേസിൽ എന്ത് വരും? 23 ഗുണം 20. 460 രൂപയ്ക്ക് വാങ്ങിയ സാധനം 23 ഗുണം 17 390 വിൽക്കുന്നു എന്നുള്ള കേസാണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഓവറോൾ കോസ്റ്റും ഓവറോൾ സെല്ലിംഗ് പ്രൈസും നോക്കാം. ഓവറോൾ കോസ്റ്റ് എന്താണ്? 340 460. രണ്ടോട് കൂട്ടുമ്പോൾ 340 60 കൂട്ടുമ്പോൾ 400 ആവും. 400 400 800 കോസ്റ്റ് പ്രൈസ് എങ്കിൽ വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 391 391. അതായത് 39 39 78 780 പിന്നെ 2 782 വിൽക്കുന്നു. എത്രയാണ് നഷ്ടം വരുന്നത്? 18 രൂപയാണ് നഷ്ടം വരുന്നത്. നഷ്ടമാണ് വരുന്നത്. നമ്മൾ പറഞ്ഞില്ലേ ഓവറോൾ ലോസ് ആയിരിക്കും. 18 രൂപയാണ് നഷ്ടം അല്ലേ? 18 രൂപയാണ് നഷ്ടം. 800/800 എന്നാൽ 100 എത്ര? 100% സിമ്പിൾ ഇടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോസ് പെർസെൻറ്റേജ് കിട്ടും. ഇത് രണ്ടും പോയി. 18/8 നമുക്ക് എന്ത് പറയാം? 18/8 എന്ന് പറയുമ്പോൾ 9/4 9/4 എന്ന് പറയുമ്പോൾ 2.25 അല്ലെങ്കിൽ 2 16 പോയി 2/8 2/8 എന്ന് പറയുമ്പോൾ 1/4 0.25. ഇപ്പോൾ 2.25% ആണ് അവിടുത്തെ നഷ്ടം വന്നത്. ഇതേ കാര്യം തന്നെയല്ലേ നമ്മൾ ഡയറക്റ്റ് പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തത്. പക്ഷെ അവിടെ ഇത്രയും പ്രോസസ്സ് ആണ് നടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെ ആയിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് പെർസെൻറ്റേജ് ചോദിക്കാതെ, പെർസെൻറ്റേജ് കണ്ടുപിടിക്കാതെ നമുക്ക് ഡയറക്റ്റ് വാല്യൂ ചോദിക്കും. അപ്പം അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസും ഞാൻ എടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യം നിങ്ങളെ കൂടുതൽ സഹായിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എക്സാമിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഈ ഷോർട്ട് കട്ട് വെച്ച് ഈ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ ഇത് ഒരേ വാല്യൂ ആണ്, 15% 15% ഒരേ വാല്യൂ ആണ്. ഇനി ഇത് ഡിഫറൻറ്റ് വരും. ഇത് ഡിഫറൻറ്റ് വരുമ്പോൾ ഒരു അടിപൊളി ഇക്വേഷനോടുണ്ട്. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ക്ലാസ് ഇങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റായിട്ട് ചോദിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ
നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. ക്വസ്റ്റ്യൻ നോക്കാം. ഷോപ്പ് കീപ്പർ സെൽസ് 2 ആർട്ടിക്കിൾസ് അറ്റ് ₹891 ഈച്ച്. അപ്പോൾ ഇവിടെ സെയിം സെല്ലിംഗ് പ്രൈസ് ആണ്. 891 വേണോ വേണ്ടയോ എന്നുള്ള കാര്യം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. ഹി ഗെയിൻഡ് 10% ഓൺ 1 ആർട്ടിക്കിൾ ആൻഡ് ലോസ്റ്റ് 10% ഓൺ അനദർ ആർട്ടിക്കിൾ. ഇവിടെ സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. ഒരെണ്ണം 10% ലാഭത്തിനും ഒരെണ്ണം 10% നഷ്ടത്തിനും വിറ്റു. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ്. പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇവിടെ ലോസ് ആയിരിക്കും, പ്രോഫിറ്റ് അല്ല. സെയിം സെല്ലിംഗ് പ്രൈസും ഒരെണ്ണം X% പ്രോഫിറ്റും ഒരെണ്ണം X% ലോസിനുമാണ് വിറ്റതെങ്കിൽ ഓവറോൾ ലോസ് ആയിരിക്കും. അതെന്തായിരിക്കും? X²/100, അതായത് 10ന്റെ സ്ക്വയർ 100/100 എന്ന് പറഞ്ഞാൽ 1% എന്തായിരിക്കും? ലോസ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു പേന എടുക്കാതെ ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബിസിനസ് മാൻ സോൾഡ് 2 ഫ്ലാറ്റ്സ് ഫോർ റുപ്പീസ് ഇത്രയും ഈച്ച്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് ഈ 891 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എടുത്തിട്ടേ ഇല്ല. ഇവിടെ നമ്മൾ എടുത്തിട്ടേ ഇല്ല, നോ യൂസ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാത്സിൽ ചെയ്യാനുണ്ട്. ഒരുപാട് ട്രിക്കുകളും ഒരുപാട് സ്റ്റെപ്പ് കുറയ്ക്കുന്ന മെത്തേഡ്സും എല്ലാം ഉണ്ട്. അതെല്ലാം നമ്മുടെ ക്ലാസ്സുകളിലുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കണ്ട് പഠിക്കാവുന്നതാണ്. യൂണിറ്റ് ഡിജിറ്റും അപ്രോക്സിമേഷനും ഡിജിറ്റൽ സമ്മും എല്ലാം ഉപയോഗിക്കുന്ന ക്ലാസ്സുകളുണ്ട്. എ ബിസിനസ് മാൻ സോൾഡ് 2 ഫ്ലാറ്റ്സ് ഫോർ ₹8,27,000. നമുക്ക് വേണോ വേണ്ടത് നോക്കാം. ഓൺ 1 ഇത് NTPC ക്വസ്റ്റ്യൻ ആണ്. ഹി ഗെയിൻസ് 9%, while on the other he loses 9%. Then how much is his gain or loss in the whole transaction? ഓപ്ഷനിൽ പെർസെൻറ്റേജിൽ തന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരാവശ്യവുമില്ല. ഒരെണ്ണത്തിൽ 9% പ്രോഫിറ്റും മറ്റേതിൽ 9% ലോസും ആണെങ്കിൽ ഓവറോൾ എന്തായിരിക്കും? ലോസ് ആയിരിക്കും. ഓവറോൾ ലോസ് ആയിരിക്കും. അതെന്തായിരിക്കും? 9/100. 9/2 എന്ന് പറഞ്ഞാൽ 81/100. അതായത് 0.81% ലോസ് ആയിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. പേന എടുക്കാതെ തന്നെ, പെൻ ഫ്രീ ആയിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെല്ലിംഗ് പ്രൈസ് ഇവിടെ സെയിം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. ഒരാൾ സെൽസ് 2 ആർട്ടിക്കിൾസ്. സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. കോസ്റ്റ് പ്രൈസ് സെയിം ആണെങ്കിൽ വ്യത്യാസം വരും. ഹി ഗെയിൻസ് 15%. കാര്യം ഈ ഗെയിനും ലോസും ഒക്കെ കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ പറയുന്നത്. ഹി ഗെയിൻസ് 15% ഓൺ 1 item ആൻഡ് ലോസസ് 15% ഓൺ അതർ ഐറ്റം. വാട്ട് ഈസ് ഹിസ് ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇൻ ദിസ് ട്രാൻസാക്ഷൻ? ഇവിടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് അല്ല ചോദിച്ചിട്ടുള്ളത്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് 2 വഴിയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്ത ഷോർട്ട് കട്ട് വഴിയിൽ ചെയ്താൽ ഇവിടെ 15% പ്രോഫിറ്റും 15% ലോസുമാണുള്ളത്. അപ്പോൾ ഇവിടെ ഓവറോൾ എന്തായിരിക്കും? ലോസ് ആയിരിക്കും. ഇപ്പോൾ ലോസ് പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാം. 15ന്റെ സ്ക്വയർ/100 225/100%. അതായത് 2.25% അവിടെ ലോസ് വരുന്നത്. അപ്പോൾ പെർസെൻറ്റേജിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ബേസിക് ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഇപ്പോൾ 2.25% ലോസ് എന്ന് പറഞ്ഞാൽ ഇത് കോസ്റ്റ് പ്രൈസ്, ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എത്രയാണോ അതിൽ നിന്നും 2.25% കുറച്ചായിരിക്കും അയാൾ വിറ്റത്. അതായത് അയാളുടെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, ദയവായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ബേസിക് ക്ലാസ് കാണുക. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ടോട്ടൽ 100% അതിന്റെ കോസ്റ്റ് പ്രൈസ്. അതിൽ നിന്നും 2.25 കുറച്ചു. 100ൽ നിന്നും 2.25 കുറച്ചാൽ 97.75%. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാൽക്കുലേഷൻ്റെ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് കണ്ട് ഡെയിലി എഴുതുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്താലേ കാൽക്കുലേഷൻ ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ 97.75% ഓഫ് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്? വിൽക്കുന്ന വില, ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. 97.75% ഓഫ് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നതായിരിക്കും അയാൾ വിൽക്കുന്ന വില എന്ന് പറയുന്നത്. അപ്പോൾ വിൽക്കുന്ന വില എത്രയാണ്? എ മാൻ സെൽസ് 2 ആർട്ടിക്കിൾസ് ഫോർ 20,000 ഈച്ച്. അതായത് ഓരോ സാധനത്തിനും 20,000 രൂപ വെച്ച്. അതായത് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 എണ്ണം ഉണ്ട് സെല്ലിംഗ് പ്രൈസ്. ഒരെണ്ണം 20,000 വിൽക്കുന്നു, മറ്റേത് 20,000 വിൽക്കുന്നു. അതായത് 40,000 വിൽക്കുന്നത്. 40,000 എന്ന് പറയുന്ന വാല്യൂ ടോട്ടൽ കോസ്റ്റ് പ്രൈസിന്റെ 97.75% നമുക്ക് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 2.25% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ്. 2.25% ഓഫ് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ആണ് നമ്മുടെ നഷ്ടം എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്.
ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇത് എഴുതേണ്ട ആവശ്യമില്ല, മനസ്സിലാവാൻ വേണ്ടിയാണ് എഴുതിയത്. അപ്പോൾ ഇത് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നതിന് മുമ്പേ നമുക്കിവിടെ ഡിജിറ്റൽ സം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ 9 നോക്കണ്ട, 14 5 19 ഡിനോമിനേറ്ററിൽ 1 ആണ് വന്നത്. ഡിനോമിനേറ്റർ 1 വന്നു കഴിഞ്ഞാൽ പിന്നെ ന്യൂമറേറ്ററിലെ ഡിജിറ്റൽ സം എത്ര ആണോ അതായിരിക്കും നമ്മുടെ ആൻസർ. ഇവിടെ 2 5 7 2 9 നമ്മുടെ ആൻസർ എന്തായിരിക്കും? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 225 ഇവിടെ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ എന്താണ്, ഡിവിസിബിലിറ്റി എന്താണ്, അതൊക്കെ SSC GDയുടെ ക്ലാസ്സിൽ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ്സുകളിൽ ഡിജിറ്റൽ സം എവിടെ നിന്ന് കാണണം, ഡിജിറ്റൽ സം ദിശ അക്കാഡമിയിൽ സെർച്ച് ചെയ്താൽ അതും കിട്ടും. ഒരുപാട് കാൽക്കുലേഷൻ ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ ആൻസർ. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതുണ്ട്? ഇവിടെ 9 2 11 5 16. 9ന്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ സം ഓഫ് ഡിജിറ്റ് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇവിടെ 5 2 7 1 8 9ന്റെ മൾട്ടിപ്പിൾ അല്ല. 9ഉം ഓക്കെ, ഇവിടെ നിന്ന് തെറ്റിയോ? 12 19 1 9. യെസ്, ആൻസർ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. Mm, mm, mm. 97.75. ഓക്കെ, 19 1 9ന്റെ മൾട്ടിപ്പിൾ ഓപ്ഷൻ ഇല്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ അപ്രോക്സിമേറ്റർ ആണ്. ആൻസർ എന്താണ്? അപ്രോക്സിമേറ്റർ ആണ്. അപ്പോൾ ഇതാണൊരു പ്രശ്നം. നിങ്ങൾക്ക് കാൽക്കുലേഷൻ കൂട്ടിത്തരുന്ന ഒരു പരിപാടിയാണിത്. ഓക്കെ, കാൽക്കുലേഷൻ കൂട്ടിത്തരുന്ന പരിപാടിയാണ്. ഡിജിറ്റൽ സം ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇവിടെ എന്താണ്? ഇവിടെ അവർ പറഞ്ഞിട്ടില്ല അപ്രോക്സിമേറ്റർ ആണെന്ന്. പക്ഷേ എന്താണ് ഇത് കറക്റ്റ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്ത് കിട്ടത്തില്ല, കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മേളിലും താഴെ ക്യാൻസൽ. 9ന്റെ മൾട്ടിപ്പിൾ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ എന്താ, ഇവിടെ ആൻസർ കറക്റ്റ് അല്ല, അപ്രോക്സിമേറ്റഡ് ആൻസർ ആണ്. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. നിങ്ങൾ കുറേ പേര് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ സം അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാം, നമുക്ക് അല്ലാതെ ചെയ്ത് നോക്കാം. 225 25ന്റെ മൾട്ടിപ്പിൾ ആണ്. 25 × 9. ഇവിടെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, വേറൊരു വഴിയില്ല. 25 വെച്ച് വെട്ടുമ്പോൾ 25 3 75, ബാക്കി 22 227. 227 25 9 വട്ടം, ബാക്കി 22 25 1 വട്ടം. എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യണമെന്ന് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് 40,000 ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, 398 വെച്ച് വെട്ടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിവിടെ അപ്രോക്സിമേറ്റഡ് ആൻസർ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ, വേറൊരു വഴിയില്ല. കാൽക്കുലേഷൻ എല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? 9 കൊണ്ട് 3 കൊണ്ട് ക്യാൻസൽ ചെയ്യും. ഇതിന് ഞാൻ അപ്രോക്സിമേറ്റ്ലി 390 ആക്കുവാണ്. അടുത്തടുത്തുള്ള ഓപ്ഷൻ ഉണ്ട്, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ പിന്നെ മൾട്ടിപ്ലൈ ചെയ്യണം, ഒരു രക്ഷയില്ല. 9 4 36 കാൽക്കുലേഷൻ ആണ്. 36 1 2 3 4 വേറെ വഴിയില്ല. 391. അപ്പോൾ എത്ര കിട്ടും? 36 4 0 ഡിവൈഡഡ് ബൈ 391. നമുക്ക് എന്ത് ചെയ്യാം? 33 399 പോകത്തില്ല, 36 പോകത്തില്ല, 360 പോകത്തില്ല, 3600 390 എത്ര വട്ടം പോകും? 9 വട്ടം പോകും. 10 വട്ടം ആയാൽ 3910 ആയി. 9 വട്ടം പോകും. 9 വട്ടം പോകുമ്പോൾ എത്രയായി? 9 9 9 81 ശിഷ്ടം 8 9 3 27 8 35 3519 ആണ്. 391 × 9. കാൽക്കുലേഷൻ സ്പീഡിൽ ചെയ്തേ പറ്റൂ. ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഡിഫറൻസ് എത്ര വരും? 19ൻ്റെ കൂടെ 81 കൂട്ടണം. 1 81, അതായത് 810 വരും. 810 വരുമ്പോൾ 819 10 ഡിവൈഡഡ് ബൈ 391. 2 വട്ടം 391 × 2 782 ആണ്. 782 ആണ്. ബാക്കി എത്ര ഉണ്ട്? 18 10 28, ബാക്കി 280 ആണുള്ളത്. 280 391 പോകത്തില്ല, ഒരു 0 കൂടെ എടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു 0. അപ്പോൾ നമ്മുടെ ആൻസർ അപ്രോക്സിമേറ്റ്ലി 920 അടുത്താണ്. അപ്പോൾ 920 അടുത്ത് വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ ബി ഉള്ളൂ. ഇവിടെ ചിലപ്പം ഇവർ ക്വസ്റ്റ്യൻ ഇത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇവർ തരത്തില്ല, ഇത് അപ്രോക്സിമേറ്റ് ആണെന്ന് തരത്തില്ല. അപ്പോൾ ഇത്രയും കാൽക്കുലേഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. കാൽക്കുലേറ്റീവ് ആണ്. ഇനിയുള്ള ക്വസ്റ്റ്യൻസിനകത്തും നിങ്ങൾക്കിത് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ പണ്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇത് 2022 ചോദിച്ചാൽ 2016 ഇത്രയും കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു. അപ്പോൾ അന്നത്തെ ക്വസ്റ്റ്യനും പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു പ്രോസസ്സ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇനി വേറൊരു വഴി ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഇനി മറ്റേ വഴി ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ചെയ്തില്ലേ 15% വെച്ച് ഈ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ കോസ്റ്റ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ കിട്ടും. 800 790 782. അപ്പോൾ എന്ത് ചെയ്യണം? അത് വെച്ചിട്ട് 800 ആണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യേണ്ടി വരും. ബാക്കിയെല്ലാം സെയിം ആണ്. 20 23 20 17 നമ്മൾ ഈക്വൽ ആക്കി. കോസ്റ്റ് പ്രൈസ് 800 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 782 ആണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ക്വസ്റ്റിനകത്ത് 782ൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 40,000. 782ൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 20,000.
40,000. നമുക്ക് എത്രൻ്റെ വാല്യൂ വേണം? വാട്ട് ഇസ് എ ടോട്ടൽ പ്രോഫിറ്റ്? ടോട്ടൽ പ്രോഫിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18. 18ൻ്റെ വാല്യൂ വേണം. നിങ്ങൾ ചെയ്യുമ്പോൾ 9 ഇവിടെ 391. സെയിം കാൽക്കുലേഷൻ തന്നെ വരിക തന്നെ ചെയ്യും. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം ചെയ്ത മെത്തേഡിൽ തന്നെ ചെയ്യും. രണ്ടും സെയിം ആണ്. പക്ഷേ ഈ മെത്തേഡാണ് ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് വരും. എല്ലാ ക്വസ്റ്റ്യനും ഈസി ആണെന്ന് വിചാരിച്ചിരിക്കരുത്. എല്ലാ ക്വസ്റ്റ്യനും ഈസി ആയിട്ടുള്ള സെഷനും ഞാൻ വെക്കാറില്ല. ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ഷിഫ്റ്റ് 2 വന്ന ക്വസ്റ്റ്യൻ ആണെന്ന് കാണാം. സീരിയസ് ആയിട്ട് പഠിക്കുന്നവർക്ക് ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് പഠിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. എ ഹോഴ്സ് ആൻഡ് എ കൗ sold for Ethereum each. The horse was sold at 20% profit and the cow at 10% loss. What is the loss or profit on both deals? Up to 2 decimal. ഇത് കാണുമ്പോൾ തന്നെ എന്താണ്? ഇവിടെ അപ്രോക്സിമേറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ 20%, 10% രണ്ടും എന്താണ്? ഡിഫറൻ്റ് ആണ്. നേരത്തെ 15 ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യമേ ആദ്യത്തെ ക്വസ്റ്റിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ആക്കുന്ന ആ ഒരു പ്രോസസ്സ് ഇവിടെ ചെയ്തിരിക്കണം. കാര്യം ഇതാ ചോദിച്ചത്, പ്രോഫിറ്റോ ലോസോ ചോദിച്ചത്. അല്ലാതെ പെർസെൻറ്റേജ് ആയിരുന്നു നമുക്ക് വേറൊരു ഫോമുലയിൽ ചെയ്യാറ്. ഹോഴ്സ് 20% പ്രോഫിറ്റ്. 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1/5 ആണ്. 5ൻ്റെ സാധനം 6-നാണ് വിൽക്കുന്നത്. കോസ്റ്റ് പ്രൈസ് 5 ആണെങ്കിൽ ഇത് സെല്ലിംഗ് പ്രൈസ് 6 ആണ്. ഇത് ഹോഴ്സ് ആണ്. ഇനി കൗവിൻ്റെ കേസ് എന്താ? 10% ലോസ്. 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ്. 10 ആണെങ്കിൽ 9-നാണ് വിൽക്കുന്നത്. രണ്ടിനെ എന്താക്കണം? സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. സെയിം ആക്കണം. സെയിം ആക്കാൻ വേണ്ടി 6-നെ 9-നെയും അതിൻ്റെ LCM ആയ 18 ആക്കാം. × 3 × 2. പുതിയ റേഷ്യോ എന്ത് വരും? 5 3 15, 6 3 18, 2 10 20, 2 9 18. അപ്പോൾ ഇതാണ് ഹോഴ്സിൻ്റെയും കൗവിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോ. ഇത് സെയിം ആയി. സോൾഡ് ഫോർ 12,000 ഈച്ച്. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റോ ലോസാണ് വേണ്ടുന്നത്. അപ്പോൾ ടോട്ടൽ 35 കോസ്റ്റ് പ്രൈസ് എങ്കിൽ 36-നാണ് എന്ത് ചെയ്തത്? ഇവർ വിറ്റത്. അപ്പോൾ ഈ 36-ൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. 2 × 12,000 വെച്ച് 2 എണ്ണത്തിൽ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് 2 × 12,000. ഫസ്റ്റ് ക്വസ്റ്റിന് എക്സ്പ്ലെയിൻ ചെയ്ത അതേ മെത്തേഡ്. ഇപ്പോൾ ലോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ ലോസ് ആണ്. 35-ന് 36 പ്രോഫിറ്റ് ആണ്. ലോസ് അല്ല പ്രോഫിറ്റ് ആണ്. 1 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ /18 വരും. ചെയ്യുമ്പോൾ 120/18, 18 × 6, 18 × 6 108 ആണ്. അപ്പോൾ 6-ൽ സ്റ്റാർട്ട് ചെയ്യും പ്രോഫിറ്റ്. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി ഉണ്ട്. ഓപ്ഷൻ സി നമുക്ക് മാർക്ക് ചെയ്യും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ബെസ്റ്റ് വഴി എന്ന് പറയുന്നത്. ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യനും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിനു വേണ്ടിയാണ് ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് ഞാൻ അത്രയും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വലിയ കാൽക്കുലേഷൻ ചെയ്ത ഉള്ള ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അടുത്തത് സം ഓഫ് കോസ്റ്റ് പ്രൈസസ് ഓഫ് 2 ബൈക്സ്. 1,00,000 ഇത്രയും രൂപയാണ് കോസ്റ്റ് പ്രൈസിൻ്റെ സമ്മാണ്. ഒരു ബൈക്ക് 20% പ്രോഫിറ്റിനും അടുത്ത ബൈക്ക് 20% ലോസിനും വിറ്റു. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് അല്ല സെയിം. ഇവിടെ കോസ്റ്റ് പ്രൈസിൻ്റെ സമ്മാണ്. ഓക്കെ, കോസ്റ്റ് പ്രൈസിൻ്റെ സമ്മാണ്. ഒരെണ്ണം 20% പ്രോഫിറ്റിനും മറ്റേത് 20% ലോസിനും വിറ്റു. ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് സെയിം. ഇവിടെ തന്നിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസ് എന്താണ്? സെയിം എന്ന് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ സമ്മ് എന്തായാലും നമുക്ക് കുഴപ്പമില്ല. സെല്ലിംഗ് പ്രൈസ് ഇവിടെ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഫസ്റ്റ് ബൈക്ക് സോൾഡ്? അതായത് നമുക്ക് എന്ത് വേണം? കോസ്റ്റ് പ്രൈസ് വേണം. രണ്ടിൻ്റെയും കോസ്റ്റ് പ്രൈസ് വേണം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാം. നമുക്ക് ലോസ് പെർസെൻറ്റേജ് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? നമ്മളിവിടെ 20% പ്രോഫിറ്റ് 20% ലോസിന് വിറ്റ് കഴിഞ്ഞാൽ ഓവറോൾ ലോസ് ആയിരിക്കും. ലോസ് പെർസെൻറ്റേജ് 20^2/100 4% ലോസ് ആയിരിക്കും സംഭവിക്കുന്നത്. നമുക്ക് അവിടെ ലോസ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഓരോന്നിൻ്റെയും കോസ്റ്റ് പ്രൈസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബേസിക്സിലേക്ക് പോകണം. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഫസ്റ്റ് ബൈക്കിൻ്റെയും രണ്ടാമത്തെ ബൈക്കിൻ്റെയും സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. അപ്പോൾ ഒന്നാമത്തെ ബൈക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ബൈക്കിനെ B1 എന്നും രണ്ടാമത്തെ ബൈക്കിൻ്റെ കോസ്റ്റ് പ്രൈസിനെ B2 എന്നും പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ സാധനം 20% പ്രോഫിറ്റിലാണ് വിറ്റത്. അപ്പോൾ 20% പ്രോഫിറ്റിൽ ഒരു സാധനം വിറ്റാൽ അതിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ 100% ഓൾറെഡി അതുണ്ട്. അതിൻ്റെ കൂടെ 20% കൂടെ ചേർത്ത് 120% ഓഫ് ഫസ്റ്റിൻ്റെ കോസ്റ്റ് B1-നാണ് ആദ്യത്തെ സാധനം വിൽക്കുന്നത്. ഇതും രണ്ടാമത്തെ സാധനം, അതായത് രണ്ടാമത്തെ ബൈക്ക് B2 എന്ന് പറയുന്ന കോസ്റ്റ് പ്രൈസ് ഉള്ള രണ്ടാമത്തെ ബൈക്ക്, ഇതൊക്കെ ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത് 20% ലോസിനാണ് വിൽക്കുന്നത്. അതായത് B2-ൻ്റെ 100% അതിൻ്റെ കോസ്റ്റ് പ്രൈസ്, അതിൽ നിന്നും 20% ലോസ്. ഈ ഒരു ക്ലാസ് കാണുന്നതിലൂടെ
നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പഠിത്തത്തിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. അത് ഒരുപാട് പ്രശ്നമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് പഠിക്കാനുള്ള ഒരു അവസരവും അല്ലെങ്കിൽ പ്രീവിയസ് ക്ലാസ്സുകൾ കണ്ട് സെറ്റാക്കാനുള്ള ഒരു ഗൈഡൻസ് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇത് 80% B2-നായിരിക്കും രണ്ടാമത്തെ സ്ഥാനം വിറ്റത്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? B1/B2 കിട്ടും. അപ്പോൾ എല്ലാം കണക്റ്റഡ് ആണ്. മാത്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ ചാപ്റ്റർ പഠിച്ചതുകൊണ്ട് മാത്രം ഒന്നും ആവില്ല, എല്ലാം കണക്റ്റഡ് ആണ്. B1/B2 എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജും പോയി, ഒരു പൂജ്യം പോയി, 8/12, 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 2/3 കിട്ടും. അതായത് ഫസ്റ്റ് ബൈക്കിൻ്റെ കോസ്റ്റ് പ്രൈസ് 2 യൂണിറ്റ് ആണെങ്കിൽ സെക്കൻഡ് ബൈക്കിൻ്റെ കോസ്റ്റ് പ്രൈസ് 3 യൂണിറ്റ് ആണ്. 2, 3, 5, ടോട്ടൽ 5 യൂണിറ്റിൻ്റെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. സം ഓഫ് കോസ്റ്റ് പ്രൈസ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 1,00,000. നമുക്ക് ഫസ്റ്റ് ബൈക്കിൻ്റെ വാട്ട് ഇസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഫസ്റ്റ് ബൈക്കിൻ്റെ 2 യൂണിറ്റ് ആണ്. ഇപ്പോൾ 2 യൂണിറ്റിൻ്റെ വാല്യൂ നമുക്ക് വേണം. 5 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 20 ആണ്. 20 × 2 40. 40 കഴിഞ്ഞിട്ട് 3 0. ഞാനിവിടെ ഷോർട്ട് കട്ടുകളോ ഫാസ്റ്റായിട്ട് ചെയ്യുന്നതോ ഒന്നും നിങ്ങൾക്ക് കാണിക്കുന്നില്ല. അപ്പം അതങ്ങനെ കാണിക്കുമ്പോൾ കുറേ പേര് മനസ്സിലാവുന്നില്ല, സ്പീഡാണെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ബേസിക് മെത്തേഡാണ്, ഞാൻ പറയുന്ന ബേസിക് മെത്തേഡായിരിക്കും ബാക്കിയുള്ള ക്ലാസ്സുകളിലുള്ള ആൾക്കാർ പഠിപ്പിക്കുന്ന ഷോർട്ട് കട്ട്. ഇതിലും വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. അത് കാണിച്ചാൽ ഒരുപാട് സ്പീഡാണെന്ന് നിങ്ങൾ പറയുന്നു. അത് ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ തന്നെ ചെയ്യാം. ഈ ഒരു മെത്തേഡിന് നിങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യും. രണ്ടിൻ്റെ റേഷ്യോ കിട്ടി കോസ്റ്റ് പ്രൈസിൻ്റെ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻ്റ് ആയിട്ട് പറയാം. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക് ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A person bought articles A and B for total ഇത്രയാണ്. He sold A at a loss of 16% and sold B at a gain of 20%. സെല്ലിംഗ് പ്രൈസ് എന്താണ്? സെയിം ആണ്. വാട്ട് വാസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് പ്രൈസസ് ഓഫ് എ ആൻഡ് ബി? നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ സെയിം ആണ്. എയുടെ കോസ്റ്റിനെ ഞാൻ എ എന്ന് കൊടുക്കുന്നു, ബിയുടെ കോസ്റ്റിനെ ഞാൻ ബി എന്ന് കൊടുക്കുന്നു. രണ്ടിൻ്റെ സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇത് ആദ്യത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്നും ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ടൈപ്പ്. 16% ലോസിനാണ് ഒരു സാധനം വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ 84%-നാണ് വിൽക്കുന്നത്. അപ്പോൾ എ സെല്ല് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 84% ഓഫ് എയുടെ കോസ്റ്റ് ആണ്. അതാണ് എയുടെ സെല്ലിംഗ് പ്രൈസ്. ബിയുടെ സെല്ലിംഗ് പ്രൈസോ അറ്റ് എ ഗെയിൻ ഓഫ് 20%, 120% ഓഫ് ബി. അപ്പോൾ ഇതിന് ഷോർട്ട് കട്ടുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. A/B ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ബിയുടെ കൂടെ കിടക്കുന്നതാണ് എയുടെ വാല്യൂ, എയുടെ കൂടെ കിടക്കുന്നതാണ് ബിയുടെ വാല്യൂ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങളിത് പഠിക്കുക. പെർസെൻറ്റേജ് പോയി 120ഉം 84, 12 വെച്ച് കിട്ടുമ്പോൾ, അല്ല 24 വെച്ചിട്ട് 12 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 10, ഇവിടെ 12 × 7. ഇതിനാണ് ഡെയിലി കാൽക്കുലേഷൻ്റെ എക്സസൈസ് ചെയ്യാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വെച്ചോ 3 വെച്ചിട്ടൊക്കെ വെട്ടി എയുടെയും ബിയുടെയും സിംപ്ലസ്റ്റ് റേഷ്യോ എന്ത് കിട്ടും? 10:7 എന്ന് കിട്ടും. അതായത് ഫസ്റ്റ് ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസ് 10 യൂണിറ്റ് ആണെങ്കിൽ സെക്കൻഡ് ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസ് 7 യൂണിറ്റ് ആണ്. ഇപ്പോൾ രണ്ടിൻ്റെയും കൂടെ സമ്മാണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. 10ഉം 7ഉം 17 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റിനിൽ തന്നിട്ടുള്ളത്. 23, 12. എ 10ഉം ബി 7ഉം ആണെങ്കിൽ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 3ൻ്റെ ഡിഫറൻസ് ആണ്. പക്ഷേ 17ൻ്റെ വാല്യൂ 2312 രൂപയാണെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3ൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡിറ്റി സം വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് യൂണിറ്റിൻ്റെ അപ്ലൈ ചെയ്യാം. ഇവിടെ 6 വരും. 7നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 6 വരും. 7നെ 8 കൊണ്ട് വിളിച്ചാൽ 8 കൊണ്ട് വിളിച്ചാൽ എന്ത് വരത്തുള്ളൂ? 6 വരത്തുള്ളൂ. അപ്പോൾ ആൻസറിൻ്റെ അവസാനം എന്ത് വേണം? 8 വേണം. അങ്ങനെ ഓപ്ഷൻ ഡി ആണ്. ചിലപ്പോൾ ഇനി അപ്രോക്സിമേറ്റഡ് ആണെങ്കിൽ നമ്മളിത് ചെയ്യേണ്ടി വരും. ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. 17 ഒരു വട്ടം, 61 17 3 വട്ടം, 102 17 6 വട്ടം, 136 × 3 6 3 18. 8ൽ അവസാനിക്കും ആൻസർ. അങ്ങനെയുള്ള ഓപ്ഷൻ ചെയ്തുണ്ട്. ഓപ്ഷൻ ഡി വരും. 136 × 3 408 എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് ഇനി? കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, കംപ്ലീറ്റ് ആക്കാം. ഒരാൾ 2 ടോയ്സ് 3600-ന് വാങ്ങുന്നു. ബൈസ് കോസ്റ്റ് പ്രൈസ് ആണ് ഇത്. ഫസ്റ്റ് ടോയ് 20% പ്രോഫിറ്റിനും സെക്കൻഡ് ടോയ് പ്രോഫിറ്റ് ഓഫ് 50%. സെല്ലിംഗ് പ്രൈസ് എന്താണ്? ഈക്വൽ ആണ്. ബട്ട് ഇഫ് ഹി സെൽസ് ടോയ് ബി അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20%, ദെൻ വാട്ട് ഈസ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ടോയ് ബി? ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അവർ പോയി. അപ്പോൾ 2 ക്വസ്റ്റിന് ചെയ്തതുപോലെ നമുക്ക് ചെയ്യാം. എയുടെ കോസ്റ്റ് പ്രൈസ് എ എന്നും ബിയുടെ കോസ്റ്റ് പ്രൈസ് ബി എന്നും എടുക്കാം. അപ്പോൾ A/B നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാം. A/B എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓഫ് 20%-നാണ് എ വിൽക്കുന്നത്. അപ്പോൾ ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എയുടെ കൂടെ നമ്മൾ എഴുതുന്നത് 120%. 120% ഓഫ് എ ഈക്വൽ ടു ബാക്കി
ബി എന്താണ്? പ്രോഫിറ്റ് ഓഫ് 20%, 150% ഓഫ് ബി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും 120% ഓഫ് എ ഈക്വൽ ടു 150% ഓഫ് ബി എന്നല്ലേ നമ്മൾ എഴുതുന്നത്. എ ബൈ ബി എന്ന് പറഞ്ഞാൽ 150/120. ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാം എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ബിയുടെ കൂടെ കിടക്കുന്ന വാല്യൂ 150, ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എയുടെ കൂടെ കിടക്കുന്നത് 120. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 വെച്ച് കിട്ടുമ്പോൾ 5/4 എന്ന് കിട്ടും. ഇത് എയുടെ കോസ്റ്റ് 5 ആണെങ്കിൽ ബിയുടെ കോസ്റ്റ് 4 ആണ്. നമുക്ക് എന്താ വേണ്ടുന്നത്? ടോയ് ബി എ 20% പ്രോഫിറ്റിന് വിൽക്കുമ്പോൾ ഉള്ള ലാഭമാണ്, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആണ് വേണ്ടത്. അപ്പോൾ ടോയ് ബിയുടെ പൈസ എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് ആണ്. അപ്പോൾ 5 4 9 ആണ് ടോട്ടൽ. അപ്പോൾ ആ 9 ടോട്ടൽ കോസ്റ്റാണ് 3600. അപ്പോൾ 9ന്റെ വാല്യൂ 3600 ആണെങ്കിൽ 4ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 400 × 4 1600 രൂപയാണ് ആ ഒരു ബിയുടെ വില. ഈ 1600ന്റെ സാധനത്തിന് 20% പ്രോഫിറ്റിന് വിൽക്കുമ്പോഴുള്ള ലാഭം വേണം, അല്ല സെല്ലിംഗ് പ്രൈസ് വേണം. ഇതിൻ്റെ 10% 160 ആണ്. 20% എന്ന് പറഞ്ഞാൽ 10% × 2 320 രൂപ. 1600ന്റെ കൂടെ 320 രൂപ കൂട്ടി 1920 രൂപയ്ക്ക് വിറ്റാൽ ഈ സാധനത്തിന് എന്ത് ചെയ്യും? ടോയ് ബിക്ക് 20% ലാഭം കിട്ടും. അപ്പോൾ ഇത് ഒരു പേന എടുക്കാതെ, വലിയ ഇത്രയും കഴിഞ്ഞിട്ട് ഒരു പേന എടുക്കാതെ ചെയ്യാവുന്ന രീതിയിൽ കാൽക്കുലേഷൻ ഉണ്ട്. പക്ഷെ ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു, നിങ്ങളത് പഠിക്കുക. അതിൻ്റെ അർത്ഥം ഇതല്ല ഇതിൻ്റെ ബെസ്റ്റ് മെത്തേഡ്. ഇപ്പം 5 4 9 മെത്തേഡ് കറക്റ്റാണ്. 9ന്റെ വാല്യൂ 3600 ആണെങ്കിൽ 1 400 ആണ്, 4 എന്ന് പറഞ്ഞാൽ 1600. അതിൻ്റെ കൂടെ അതിൻ്റെ 20%. എന്ന് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് സെറ്റ് ആവുന്നു, അന്നേ നിങ്ങൾക്ക് ഇങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എഴുതി തന്നെ ചെയ്യുക, ഒരു കുഴപ്പമില്ല. മെത്തേഡ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ചെയ്ത 2 ക്വസ്റ്റിനും ഇതേ ടൈപ്പാകും. അടുത്തത് 2 ഷർട്ട് 2000-ന് വാങ്ങുന്നു. ഒരെണ്ണം 20% പ്രോഫിറ്റ്, രണ്ടാമത്തെ 80% പ്രോഫിറ്റ്. കണ്ടോ, ഒരേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്പീഡ് കണ്ടോ, എൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്താവും? ഈക്വൽ ആവും. ബട്ട് ഇഫ് ഹി സെൽസ് ഷർട്ട് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 30% ആൻഡ് ദ സെക്കൻഡ് ഷർട്ട് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 25%, then what is the sum of the selling price of both the ഷർട്ട്? ഇവിടെ ഒരു വട്ടവും കൂടെ 2 സാധനത്തിനും എന്ത് കൊടുക്കുന്നു? പ്രോഫിറ്റ് കൊടുക്കുന്നു. 2ൻ്റെയും കൂടെ സെല്ലിംഗ് പ്രൈസ് കൂട്ടണം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഒരെണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് കൂട്ടിയാൽ മതിയായിരുന്നു. ആദ്യത്തെ സ്റ്റെപ്പൊക്കെ സെയിം തന്നെ. എ ബൈ ബി കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ എന്ത് കിട്ടും? പ്രോഫിറ്റ് ഓഫ് 20%, 120% ആണ് എയുടെ കൂടെ വരുന്നത്. അത് ബിയുടെ വാല്യൂ. അപ്പോൾ 120 ഇവിടെ വരും. ബിയുടെ വെക്കുന്നത് എന്താ? പ്രോഫിറ്റ് ഓഫ് 80%, 180% ഓഫ് ബിക്കാണ് രണ്ടാമത്തെ വിൽക്കുന്നത്. അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ബിയുടെ കൂടെ വെക്കുന്നത്. ഇതും പോയി 9/, അല്ലെങ്കിൽ നേരത്തെ പോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. നേരത്തെ പോലെ ചെയ്ത് നോക്കുക. 3 വെച്ചിട്ടുമ്പോൾ 6 വെച്ചിട്ടുമ്പോൾ 3/2. അതായത് എയുടെ കോസ്റ്റ് പ്രൈസ് 3 യൂണിറ്റ് ആണെങ്കിൽ ബിയുടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 2 യൂണിറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ 3 2 5 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 2000. 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ഇത് 400 ആണ് ഒരു യൂണിറ്റ്. 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1200. 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 × 400 800. ഇതാണ് അവരുടെ കോസ്റ്റ് പ്രൈസ്. ഫസ്റ്റ് സാധനത്തിൻ്റെ ഫസ്റ്റ് ഷർട്ട് 1200 രൂപയും രണ്ടാമത്തെ ഷർട്ട് 800 രൂപയാണ്. ഇപ്പോൾ പറയുന്നു ഫസ്റ്റ് ഷർട്ടിനെ 30% പ്രോഫിറ്റിന് വിൽക്കുന്നു. അപ്പോൾ 1200ൻ്റെ സാധനത്തിനകത്ത് 30%. ഇതിൻ്റെ 30% എത്ര? 10% 120 ആണ്, 30% 360 ആണ്. അപ്പോൾ അതിന് വിൽക്കുന്നു. രണ്ടാമത്തെ ഷർട്ടിൻ്റെ വില എത്ര? 800 രൂപയാണ്. അതിനെ 25% ലാഭത്തിന് വിൽക്കുന്നു. 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 800 × 1/4 എന്ന് പറയുമ്പോൾ 200 രൂപയാണ് അവർ ലാഭം കിട്ടുന്നത്. ആ 200 രൂപയും കൂടെ ചേർത്ത് വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയായിരിക്കും. 60 അവസാനിക്കും. 60 അവസാനിക്കുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ ബി. ഇവിടെ 25 കിട്ടും. 2560. അപ്പോൾ കാൽക്കുലേഷൻ വിവിധ രീതിയിൽ ചെയ്യാം. ഇത്രയും എഴുതി ചെയ്യാം. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും തന്നെ എഴുതിയാൽ മതി നിങ്ങൾ കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബേസിക് ക്ലാസ്സിലൂടെ കണ്ടിരിക്കുക. പെർസെൻറ്റേജ് അറിയണം, റേഷ്യോ അറിയണം. എങ്കിലേ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 2021 ചോദിച്ച ക്വസ്റ്റ്യൻ. ലവ്ലി കാൽക്കുലേറ്റ്സ് ഹിസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ സെല്ലിംഗ് പ്രൈസ്, വേറാസ് ബണ്ടി കാൽക്കുലേറ്റ്സ് ഓൺ കോസ്റ്റ് പ്രൈസ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അറിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. നോർമലി കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ ലാഭം കണക്കാക്കുന്നത്. ദേ ഫൈൻഡ് ദാറ്റ് ദ ഡിഫറൻസ് ഇൻ ദയർ പ്രോഫിറ്റ് എത്രയാണ്? ₹100 ആണ്. ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഈസ് ദ സെയിം ആൻഡ് ബോത്ത് ഓഫ് ദം ഗെറ്റ് എ പ്രോഫിറ്റ് ഓഫ് 25%. അപ്പോൾ ഞാനിവിടെ പറയുന്നു ലവ്ലിയുടെ കോസ്റ്റ് പ്രൈസ് എല്ലും ബണ്ടിയുടെ കോസ്റ്റ് പ്രൈസ് ബിയും ആണ്. അപ്പോൾ ബോത്ത് ഓഫ് ദം ഗെറ്റ് എ പ്രോഫിറ്റ് ഓഫ് 25%. നമുക്കിവിടെ സെല്ലിംഗ് പ്രൈസ് ആണ് രണ്ടുപേരുടെ സെയിം ആണ്. അപ്പോൾ നമുക്ക് പറയാം ലവ്ലിയുടെ കോസ്റ്റ് പ്രൈസ് എല്ലാം ആണെങ്കിൽ ലവ്ലി എന്താ ചെയ്യുന്നത്? സെല്ലിംഗ് പ്രൈസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ലവ്ലിയുടെ സെല്ലിംഗ് പ്രൈസ്, ലവ്ലിയുടെ കോസ്റ്റ് പ്രൈസ് ഇത്, ലവ്ലിയുടെ സെല്ലിംഗ് പ്രൈസ് എന്ത് കിട്ടും? ഇതിൻ്റെ 25% ലാഭത്തിനാണ് വിൽക്കുന്നത്. 25% ലാഭം എന്ന് പറഞ്ഞാൽ 125% ഓഫ് എൽ ആണ്. 125/100 × എൽ, അതായത് 1.25 എൽ. 125% എന്ന് പറഞ്ഞാൽ 125/100 ആണ്. 1.25 എല്ലിനാണ് ആര് വിൽക്കുന്നത്? നമ്മുടെ ലവ്ലി വിൽക്കുന്നത്. ഇവിടെ എന്താ?
വണ്ടിക്ക് ഓക്കെ സോറി സെല്ലിംഗ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ 25. ലൗലി കണക്കാക്കുന്നത് സെല്ലിംഗ് പ്രൈസിലാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. യെസ്. അപ്പോൾ ലൗലിയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടിലും എന്താക്കാം, കോസ്റ്റ് പ്രൈസിലാക്കാം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ കുറച്ചൊരു കാര്യം പഠിക്കാനുള്ളത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്ന് കാണേണ്ടിയിരിക്കുന്നു കേട്ടോ നിങ്ങൾ. ലൗലിക്ക് 25% പ്രോഫിറ്റാണ്. 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അതായത് 4 കോസ്റ്റ് പ്രൈസ് എങ്കിൽ, ഞാൻ ലൗലിയുടെ കാര്യം എടുക്കുകയാണ്. ലൗലി ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ. 4 ലൗലിയുടെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ ലൗലി വിൽക്കുന്നത് എത്രയാണ്? 5 വിൽക്കുന്നത്. പക്ഷേ പ്രോഫിറ്റ് എന്തിലാണ് കണക്കാക്കുന്നത്? ലൗലി എന്തിലാണ് കണക്കാക്കുന്നത്? സെല്ലിംഗ് പ്രൈസിലാണ് കണക്കാക്കുന്നത്. സെല്ലിംഗ് പ്രൈസിലാണ് പ്രോഫിറ്റ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ 4 എന്ന് പറഞ്ഞാൽ എന്തിനെ കറസ്പോണ്ടിങ് ചെയ്യുന്ന? നമ്മുടെ സെല്ലിംഗ് പ്രൈസ് 4 ആണെങ്കിൽ അവളുടെ പ്രോഫിറ്റ് എത്രയാണ്? 1. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 4 പ്രോഫിറ്റ് 1 ആണെങ്കിൽ ലൗലിയുടെ കോസ്റ്റ് പ്രൈസ് എത്ര ആയിരിക്കും? എത്ര യൂണിറ്റ് ആയിരിക്കും? 3 യൂണിറ്റ് ആയിരിക്കും. ലൗലിയുടെ കോസ്റ്റ് പ്രൈസ് 3 യൂണിറ്റ് ആയിരിക്കും അല്ലേ? 25% 1/4 ആണ്. സെല്ലിംഗ് പ്രൈസിലാണ്. സെല്ലിംഗ് പ്രൈസ് 4 ആണെങ്കിൽ 1 പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ 3 ആയിരിക്കും ലൗലിയുടെ കോസ്റ്റ് പ്രൈസ്. ഇനി രണ്ടാമത്തെ കേസിലോ, വണ്ടി എന്താണ്? കോസ്റ്റ് പ്രൈസ് തന്നെയാണ്. അപ്പോൾ വണ്ടിക്ക് ഓക്കെ 1/4 25% പുറത്ത് പ്രോഫിറ്റ് 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അങ്ങനെ ചെയ്യാമല്ലോ നമുക്ക്. പ്രോഫിറ്റ് 1, സെല്ലിംഗ് പ്രൈസ് 4. ഓക്കെ, പ്രോഫിറ്റ് 25%. ഇവിടെ ഒരു ക്വസ്റ്റിനകത്ത് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ കാൽക്കുലേഷനകത്ത് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കിത് പ്രോഫിറ്റ് പെർസെൻറ്റ് ഇവിടെ 33.33 അല്ലേ വരുന്നത്? 1/3 വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ പ്രോഫിറ്റ് ഓഫ് 4 സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ 1 അവിടുത്തെ പ്രോഫിറ്റ്. ലോസ് ആണെങ്കിൽ ഓക്കെ ആണ്, നമുക്കിവിടെ 5 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഹോംവർക്കായിട്ട് ചെയ്യുക കേട്ടോ നിങ്ങൾ. ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യുക. യെസ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്തോ ഒരു ചെറിയ പ്രശ്നം എനിക്ക് തോന്നുന്നു. സെല്ലിംഗ് പ്രൈസ് ഇതാണെങ്കിൽ ദെൻ വാട്ട് ഈസ് എ സെല്ലിംഗ് പ്രൈസ്? സെല്ലിംഗ് പ്രൈസ് സെയിം ആണെങ്കിൽ യെസ്, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഓപ്ഷനിങ് ചെയ്ത് നോക്കാം. അപ്പോൾ ലൗലിയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 25% ഓഫ് അവളുടെ സെല്ലിംഗ് പ്രൈസ് ആണ്. അങ്ങനെ ചെയ്യാം. വണ്ടിയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 25% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ്. ഓക്കെ നമുക്ക് ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് ഓക്കെ. കോസ്റ്റ് പ്രൈസ് രണ്ട് സെയിം ആണ്. കോസ്റ്റ് പ്രൈസ് ഇവിടെ സെയിം ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റും കൂടെ ചേർക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആളുടെ ഇവരുടെ വണ്ടിയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 125% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ്. 25% പ്രോഫിറ്റും അതിൻ്റെ കൂടെ 100% കോസ്റ്റ് പ്രൈസ്. 125% പ്രോഫിറ്റ് ആണ്. ഇനി സെല്ലിംഗ് പ്രൈസിൽ പ്രോഫിറ്റ് എടുത്താലോ? സെല്ലിംഗ് പ്രൈസിൽ പ്രോഫിറ്റ് എടുത്താൽ ഇതിൻ്റെ 25%. ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, നമുക്കത് 125 വാല്യൂ ആണ് 1/5 × 100. നമുക്ക് അവിടെ 1/5 വരുത്തില്ല സെല്ലിംഗ് പ്രൈസിലെ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. 125% കോസ്റ്റ് പ്രൈസിലല്ലേ ഇവിടെ പ്രോഫിറ്റ് കണക്കാക്കുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസിൽ 125% എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? സെല്ലിംഗ് പ്രൈസിൽ എത്ര നോക്കാം. 125% എന്ന് പറഞ്ഞാൽ എന്താ? 25% പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ്, അതായത് 1/4 ആണ്. അപ്പോൾ 4 കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ 1 അവിടെ പ്രോഫിറ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ത് വരും?
കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ പ്രോഫിറ്റോട് കൂട്ടി 5 ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസിലെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ത് കിട്ടും? 1/5 20%. അപ്പോൾ 20% ആണ് സെല്ലിംഗ് പ്രൈസിൽ നമ്മളത് ഓക്കെ. അത് പ്രശ്നം വന്നെന്ന് പറഞ്ഞാൽ 25% ഓൺ കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ അതുകൊണ്ട് 25% ഓൺ കോസ്റ്റ് പ്രൈസ് 25% പ്രോഫിറ്റ് ഓൺ 25% ഓൺ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പം 4 കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ 1 പ്രോഫിറ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റും കോസ്റ്റ് പ്രൈസോട് കൂട്ടുന്നതാണ്. 5 യൂണിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ 1/5 20% ആയിരിക്കും നമ്മളുടെ പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് 25% പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നതും 20% പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പം ലവ്ലിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 20% പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് കേസിൽ 25% പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് അതാർക്കാണ്? അത് ലവ്ലിക്ക്. ഓക്കെ, ഇത് ബണ്ടിയുടെ കാര്യമാണ്. അപ്പോൾ ബണ്ടിക്ക് 25% പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് സെല്ലിംഗ് പ്രൈസിലാക്കുവാണെങ്കിൽ എന്ത് വരും? 20% പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ലവ്ലിക്ക് 25% ഓഫ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് തന്നെ. വണ്ടിക്ക് 20%, അതിനെ സെല്ലിംഗ് പ്രൈസ് ആക്കുമ്പോൾ 20% ഓഫ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ്. ഇതിന്റെ ഡിഫറൻസ് ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 100. അപ്പോൾ 5% ഓഫ് സെല്ലിംഗ് പ്രൈസ് ആണ് തന്നിട്ടുള്ളത് 100, 25, 20. എന്നാൽ 100% വേണം. അപ്പോൾ എന്ത് കിട്ടും? 2000 ആൻസർ കിട്ടും. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ആ ലാംഗ്വേജിന്റെ പ്രശ്നമാണ്. ഓക്കെ, ഇവിടെ പ്രോഫിറ്റ് ഓഫ് 25% ഓൺ കോസ്റ്റ് പ്രൈസ്. ഇപ്പോൾ ഇവിടെ നോക്ക് ലവ്ലിക്ക് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ലവ്ലിക്ക് 25% പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ്. അതാണ് ലവ്ലിയുടെ പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റിന്റെ ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത്. ഇനി വണ്ടിക്കോ 25% ഓൺ കോസ്റ്റ് പ്രൈസ് ആണ് ലാഭം. കോസ്റ്റ് പ്രൈസിൽ 25% പ്രോഫിറ്റ് ഉള്ളത് സെല്ലിംഗ് പ്രൈസിൽ എന്താവും? 20% ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. കോസ്റ്റ് പ്രൈസ് 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണാത്തവർക്ക് ഇത് മനസ്സിലാവത്തില്ല കേട്ടോ. ദയവായിട്ട് അത് കണ്ട് പഠിക്കാം. കോസ്റ്റ് പ്രൈസ് 4 ആണെങ്കിൽ 1 പ്രോഫിറ്റ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 5 വരും. അപ്പോൾ സെല്ലിംഗ് പ്രൈസിൽ ആ ഒരു പ്രോഫിറ്റ് കണക്കാക്കുമ്പോൾ 1/5 വരും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? വണ്ടിയുടെ പ്രോഫിറ്റിന് നമുക്ക് 20% ഓൺ സെല്ലിംഗ് പ്രൈസ് കൊടുക്കാം. അതായത് 5% ഡിഫറൻസ്, 5% ഓഫ് സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 100. നമുക്ക് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസിന്റെ 100% ആണ്. 100% ഓഫ് സെല്ലിംഗ് പ്രൈസ്. നമുക്ക് എന്ത് കിട്ടും? 2000 എന്ന് ആൻസർ കിട്ടും. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. കുറച്ച് സമയമെടുത്തു, പക്ഷേ നല്ല ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ഹോംവർക്കായിട്ട് ചെയ്യുക. സെയിം ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഇതും ഹോംവർക്കായിട്ട് ചെയ്യുക. ആൻസർ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്ക് വേണമെന്നുള്ള കാര്യവും നിങ്ങൾ പറയുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.